ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാമോ? അപ്പം എല്ലാ പിള്ളേരും പറയും അപ്പടി താരന എന്തെല്ലാം മരുന്ന് ചെയ്താലും തലയിലെ താരം പോകത്തില്ല, അതുപോലെ മുടി പൊട്ടി പൊട്ടി പോകുന്നു, മുറിഞ്ഞു പോകുന്നു, മുറിക്കാവൊക്കെ പിള്ളേരുടെ മുടിയാവും മുഴുവനും. അപ്പം മുടി പൊട്ടിപ്പോകുന്നതിനും ഈ താരം മാറുന്നതിനുമായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം എന്താണെന്ന് കാണിച്ചു തരാം. അതിനായിട്ടൊരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു കോഴിമുട്ട, പിന്നെ ആര്യവേപ്പില, പിന്നെ തുളസി ഇല, നെല്ലിക്ക, 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി വേണം, അല്ലെങ്കിൽ വലിയ തൈര് വേണം. ഞാനിവിടെ തൈരാണ് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുട്ട കാൽസ്യമാണ്. അത് തലമുടിക്ക് ഏറ്റവും നല്ല സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തലയിൽ തേക്കുന്നതുകൊണ്ടൊരു ദോഷമില്ല. ഞാൻ തലയിൽ തേച്ച് ഇതുകൊണ്ടെല്ലാം ഞാൻ ഷാമ്പു പോലെ തലയിൽ തേച്ച് ഒരു 10-20 മിനിറ്റ് നിന്നതിന് ശേഷം കുളിച്ചു. തലമുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും. അതുപോലെ നെല്ലിക്ക ആണേലും അയൺ, ഇത് മുടിക്ക് ഒത്തിരി നല്ല സാധനമാണ്. അതുപോലെ തന്നെ ആര്യവേപ്പില, തുളസി ഇല, ഇതെല്ലാം ആൻറ്റിബയോട്ടിക് ഔഷധങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലയ്ക്കും ഒക്കെ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നതാണ്. മുടി വളർച്ചയ്ക്കും, അല്ലെങ്കിൽ താരൻ പോകാനും, മുടി പൊട്ടിപ്പോകുന്നതിനും, മുടിക്കുള്ള ബലത്തിനും എല്ലാം ഒത്തിരി നല്ല സാധനങ്ങളാണ്. ഇതെല്ലാം വെച്ച് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ മുട്ട ഇട്ടു, അതിലോട്ട് നെല്ലിക്ക ഇടുകയാണ്. ആര്യവേപ്പില, തുളസി ഇല, സ്പൂണ് തൈര്. ഒത്തിരി നീണ്ടു പോകരുത്, നിങ്ങളുടെ അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവും. അല്ലെങ്കിൽ ഒരു കഞ്ഞിവെള്ളമായാലും മതി. കണ്ട നമ്മൾ അരച്ചെല്ലാം റെഡിയാക്കി. ഇനി ഇത് മുടി പകുത്തെടുത്തിട്ട് ഓരോ മുടിയുടെ ഓരോ ഇഴയിലോട്ട്, ഉച്ചിയിൽ ഓട്ടിയയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി. മുട്ടയാണെന്നും കണ്ട് തലേ സ്മെല്ലൊന്നും വരത്തില്ല. കാരണം ആര്യവേപ്പിൻ്റെ മണം, അതുപോലെ തുളസിയുടെ മണം, നെല്ലിക്കായുണ്ട്, തൈരുണ്ട്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, തൈരോ കഞ്ഞിവെള്ളം ഏതെങ്കിലും മതി. അപ്പോൾ അതെല്ലാം ഉള്ളത് കാരണം ഒട്ടും മുട്ടയുടെ സ്മെല്ല് വരത്തില്ല. അത് ഓർത്താരും പേടിക്കേണ്ട. കാരണം ഞാൻ തേക്കുന്നുണ്ട്, എൻ്റെ തലയിൽ ഞാൻ തേച്ചിട്ടുള്ളതാണ്, ഇന്നലെയും തേച്ചു. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇത് തേക്കാവുന്നതാണ്. ആര്യവേപ്പില ഉള്ളത് കൊണ്ട് പേനും പോകും, പേൻ്റെ ശല്യവും കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ മക്കളും, സ്കൂളിൽ പഠിക്കുന്ന എല്ലാ മക്കളും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ മുടി നല്ല ഗ്ലേസിങ് ആകും, എല്ലാം കൊണ്ട് ഉറപ്പാണ്. കാരണം ഞങ്ങളൊക്കെ തേക്കുന്നുണ്ട്, ഞങ്ങളുടെ പിള്ളേരെയൊക്കെ തേപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.